നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുണ്ടംകുഴി സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ പ്രധാനാധ്യാപകൻ കർണപൂടം അടിച്ചുപൊട്ടിച്ചുവെന്ന പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിശദമായ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിട്ടുണ്ട്. കർണാടക KSRTC ബസ്സിൽ നിന്നും രേഖകളില്ലാതെ കടത്തുകയായിരുന്ന 55 പവനോളം സ്വർണ്ണാഭരണങ്ങളും 4 ലക്ഷം രൂപ കുഴൽപ്പണവുമായി യുവാവ് പിടിയിൽ. കോഴിക്കോട് കക്കോടി വില്ലേജിൽ മേലെടുത്ത വീട്ടിൽ മുഹമ്മദ് ഫാസിലിനെയാണ് മഞ്ചേശ്വരം എക്സൈസ് പിടികൂടിയത്. ചിങ്ങം 1 കർഷക ദിനം വിപുലമായി ആചരിച്ചു. കർഷകരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. നന്മമരം കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഴയോത്സവം പഴമയുടെ തനിമ വിളിച്ചോതുന്നതായി മാറി. കാഞ്ഞങ്ങാട് കിഴക്കുംകര ചെരിച്ചൽ വെള്ളച്ചാൽ വയലിൽ മണ്ണേ നമ്പിലേലോ എന്ന പേരിലാണ് മഴയോത്സവം സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തെ ഈറ്റത്തഴ, കാട്ടുവള്ളി, പനയോല തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് രൂപീകരിച്ച് ഫണ്ട് അനുവദിക്കണമെന്നാവശ്യം. കേരള സ്റ്റേറ്റ് പരമ്പരാഗത ഈറ തഴമുള കാട്ടുവള്ളി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ നടന്നു. ആർട്ട് ഫോറം മ്യൂസിക് ക്ലബിന്റെ 3ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഗാനാലാപന മത്സരം നടത്തി. അലാമിപ്പള്ളി ഫ്രണ്ട്സ് ക്ലബിൽ വെച്ചാണ് മത്സരം നടന്നത്. ഹോസ്ദുർഗ് ശ്രീ കൃഷ്ണക്ഷേത്രത്തിൽ തുളസി ലക്ഷാർച്ചന നടന്നു. ക്ഷേത്രം മേൽശാന്തി പാലമംഗലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. വാർത്തകൾ വിശദമായി. കുണ്ടംകുഴി സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ പ്രധാനാധ്യാപകൻ കർണപൂടം അടിച്ചുപൊട്ടിച്ചുവെന്ന പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിശദമായ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിട്ടുണ്ട്. പ്രധാന അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും BJPയും SFIയും സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു. കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രധാനാധ്യാപകന്റെ അടിയേറ്റ് വിദ്യാർത്ഥിയുടെ കർണപൂടം തകർന്നുവെന്ന പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ബാലാവകാശ കമ്മീഷൻ ബേക്കൽ DYSPക്ക് നിർദ്ദേശം നൽകി. അന്വേഷണത്തിന്റെ ഭാഗമായി ബാലാവകാശ കമ്മീഷൻ ചൊവ്വാഴ്ച മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തി മൊഴിയെടുക്കും. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഉത്തരവിട്ടു. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഓഗസ്റ്റ് 11 നടന്ന സ്കൂൾ അസംബ്ലിക്കിടയിലാണ് വിദ്യാർത്ഥിക്ക് പ്രധാനാധ്യാപകന്റെ മർദ്ദനമേറ്റത്. അസംബ്ലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ കാൽ കൊണ്ട് ചരൽ കൂട്ടിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. സഹോദരനു മർദ്ദനമേറ്റ വിവരമറിഞ്ഞ ഇതേ സ്കൂളിലെ വിദ്യാർത്ഥിനിയായ സഹോദരി സ്കൂളിൽ കുഴഞ്ഞു വീഴുകയും ചെയ്തിരുന്നു. ചെവിക്ക് കടുത്ത വേദന അനുഭവപ്പെട്ട കുട്ടി കാസർഗോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. അപ്പോൾ ചെവി എന്തോ കൂട്ടിയേക്കുന്നത് എന്തോ കൂട്ടിയേക്കും കാര്യം മാഷ് പറഞ്ഞു നീ ഇവിടെ നിൽക്ക്, പിന്നെ TC വാങ്ങിയിട്ട് പോയിക്ക് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് പിന്നെ ഓഫീസിലേക്ക് വിളിച്ചു. അപ്പോൾ തന്നെ അവിടെ നിൽക്കുന്ന അസംബ്ലി കഴിഞ്ഞിട്ടാകുമ്പോൾ ഓഫീസിലേക്ക് വിളിച്ചു. ഓഫീസിലേക്ക് വിളിച്ച് വീട്ടിലത്തെ ആരെല്ലാം ഉണ്ട്, പിന്നെ നീ എപ്പോൾ വരുന്നേ, എവിടുന്ന് വരുന്നതെന്ന് ചോദിച്ചു. എന്നിട്ട് ചായയും അടിയും മേടിച്ചു വന്നു. ഞാൻ വേണ്ട പറഞ്ഞ് താമസിച്ചിട്ടാണ്. എന്നിട്ട് അപ്പോൾ കട ഹോട്ടലിൽ പോലീസുകാർ വന്നു. ചെവിക്ക് കേൾവിക്കുറവുണ്ടെന്നും കർണപൂടം പൊട്ടിയിട്ടുണ്ടെന്നും ശസ്ത്രക്രിയ വേണ്ടിവരുമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചതായും കുട്ടിയുടെ അമ്മ പറയുന്നു. പിന്നെ അപ്പോൾ ഇത് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 14-ാം തീയതിയാണ് സ്കാൻ ചെയ്തത്. ഉച്ചക്കേശം 3 മണിയായിട്ടുണ്ടാവും സ്കാൻ ചെയ്യുമ്പോൾ. എന്നിട്ട് 16-ാം തീയതി റിപ്പോർട്ട് കാണിച്ചത്. 16-ന് 15-ാം തീയതി ഡോക്ടർ ലീവായിരുന്നു. അങ്ങനെ 16-ന് കാണിച്ചിട്ടായിട്ടാകുമ്പോൾ പറഞ്ഞു ഇത് ജലദോഷം വരാൻ പാടില്ല, ചുമക്കാൻ പാടില്ല, പിന്നെ ഇങ്ങനെ വെള്ളമൊന്നും കയറാൻ പാടില്ല, ഒരു 6 മാസം നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിനിടയിൽ സംഭവം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമമുണ്ടായെങ്കിലും വിവരം പുറത്തു വന്നതോടെയാണ് സംഭവം വിവാദമായത്. വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ കടുത്ത നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും BJPയും SFIയും സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടംകുഴി. കർണാടക KSRTC ബസ്സിൽ നിന്നും രേഖകളില്ലാതെ കടത്തുകയായിരുന്ന 55 പവനോളം സ്വർണ്ണാഭരണങ്ങളും 4 ലക്ഷം രൂപ കുഴൽപ്പണവുമായി യുവാവ് പിടിയിൽ. കോഴിക്കോട് കക്കോടി വില്ലേജിൽ മേലെടുത്ത വീട്ടിൽ മുഹമ്മദ് ഫാസിലിനെയാണ് മഞ്ചേശ്വരം എക്സൈസ് പിടികൂടിയത്. മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ മംഗലാപുരത്ത് നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് വരികയായിരുന്ന കർണാടക KSRTC ബസ്സിൽ നിന്നും രേഖകളില്ലാതെ കടത്തുകയായിരുന്ന 55 പവനോളം സ്വർണ്ണാഭരണങ്ങളും 4 ലക്ഷം രൂപ കുഴൽപ്പണവും പിടികൂടി.
കോഴിക്കോട് കക്കോടി വില്ലേജിൽ മേലേടത്ത് വീട്ടിൽ മുഹമ്മദ് ഫാസിലിനെയാണ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷിജിൽ കുമാർ കെയും സംഘവും പിടികൂടിയത്. സംഘത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ ജിനു ജെയിംസ്, പ്രിവന്റീവ് ഓഫീസർ MV ജിജിൻ, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ ബാബുരാജ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുനിൽകുമാർ, സജിത്ത് എന്നിവരുമുണ്ടായിരുന്നു. പ്രതിയെ GST ഡിപ്പാർട്ട്മെന്റിന് കൈമാറി. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ചിങ്ങം 1 കർഷക ദിനത്തോടനുബന്ധിച്ച് യുവഗോത്ര കർഷകൻ പ്രഭാകരൻ അരയാർപള്ളത്തിനെ ഭാരതീയ ജനതാ പാർട്ടി പട്ടികവർഗ മോർച്ച ആദരിച്ചു. പട്ടികവർഗ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷിബു പാണത്തൂർ പ്രഭാകരന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ചെറുപ്രായത്തിൽ തന്നെ അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയ കൃഷിയുടെ ബാലപാഠങ്ങൾ സ്വായത്തമാക്കി സ്വന്തമായി കൃഷി ഏറ്റെടുത്തോ മണ്ണിനെ പൊന്നാക്കി മാറ്റി പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന കർഷകനായി മാറിയ പ്രഭാകരൻ അരയാർപള്ളത്തിന് BJP പട്ടികവർഗ മോർച്ചയുടെ ആദരം. പട്ടികവർഗ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷിബു പാണത്തൂർ പ്രഭാകരന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. പാരമ്പര്യമായി മണ്ണിനെ അറിഞ്ഞും മണ്ണിനെ തൊട്ടും മണ്ണിനെ തലോടിയും ഒരു കാലം കൃഷി എന്താണെന്നും അല്ലെങ്കിൽ കൃഷിയുടെ ഗുണമെന്താണെന്നും പൊതുസമൂഹത്തെ അറിയിച്ച ഒരു വിഭാഗമായിരുന്നു പട്ടികവർഗ വിഭാഗം. അവരുടെ ഒരുപാട് അറിയപ്പെടാത്ത കർഷകന്മാർ, പ്രായമായവർ അല്ലെങ്കിൽ ചെറുപ്പക്കാരായ ഒരുപാട് കർഷകന്മാർ നിലവിൽ നിന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഇവിടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അവരാരെയും കാണാതിരിക്കുകയും സംഘടനാ പ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ അവരെ കണ്ടെത്തിക്കൊണ്ട് അല്ലെങ്കിൽ പൊതുസമൂഹം അറിയാത്ത കർഷകരായിക്കോട്ടെ അല്ലെങ്കിൽ ആദിവാസി വൈദ്യന്മാരായിക്കോട്ടെ പൊതുസമൂഹം അറിയാത്ത ഒരുപാട് അറിയപ്പെടാത്ത വ്യക്തികളെ കണ്ടെത്തിക്കൊണ്ട് കാലങ്ങളായി ഞങ്ങൾ കർഷക ദിനമായി ബന്ധപ്പെട്ട് കർഷകരെ ആദരിക്കാറുണ്ട്. അതോടൊപ്പം ആദിവാസി വംശീയ വൈദ്യന്മാരെ ആദരിക്കാറുണ്ട്. ഈ വർഷം ഞങ്ങൾ കണ്ടെത്തിയ കർഷകൻ ശ്രീ പ്രഭാകരൻ അരയാർപള്ളമാണ്. അദ്ദേഹം വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ അച്ഛനോടൊപ്പം നിന്നുകൊണ്ട് കൃഷി എന്താണെന്ന് ആ ചെറുപ്പകാലത്തൊട്ടേ അറിഞ്ഞ ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ വർഷങ്ങളായി അച്ഛനോടൊപ്പം നിന്ന് ഈ കൃഷി നടത്തുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നുണ്ട്. മുൻവർഷം കള്ളാർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും മികച്ച നെൽകർഷകനുള്ള പുരസ്കാരം നൽകി പ്രഭാകരനെ ആദരിച്ചിരുന്നു. തന്റെ 1.5 ഏക്കർ വരുന്ന കൃഷിയിടത്തിൽ 1 ഏക്കറിൽ തെങ്ങ്, കവുങ്ങ്, റബ്ബർ കൃഷികളും 1/2 ഏക്കറിൽ നെൽകൃഷിയും കൊയ്ത്തു കഴിഞ്ഞതിനു ശേഷം പച്ചക്കറി കൃഷിയും ചെയ്തുവരുന്ന സമ്മിശ്ര കർഷകനാണ് പ്രഭാകരൻ അരയാർപള്ളം. കള്ളാർ പഞ്ചായത്തിലെ അരയാർപള്ളം ഊരിലെ പാരമ്പര്യ കർഷകൻ പരേതനായ പരപ്പ നാർക്കളന്റെ മകനാണ് പ്രഭാകരൻ. BJP വെള്ളരിക്കുണ്ട് മണ്ഡലം കമ്മിറ്റി അംഗം രാധാകൃഷ്ണൻ തേമനംപുഴ, ബൂത്ത് പ്രസിഡന്റ് വേണു അടോട്ടുകയ, ഹരീഷ് മുണ്ടമാണി, രൂപേഷ് വേണു അടോട്ടുകയ എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, രാജപുരം. കള്ളാർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷം നടന്നു. കള്ളാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. കള്ളാർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന കർഷക ദിനാഘോഷം കള്ളാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്യുകയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കർഷകരെ ആദരിക്കുകയും ചെയ്തു. പുതുവത്സരം എന്ന രീതിയിലാണ് ചെയ്യുന്നത്. കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ കാലാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. പഴയ കാലത്താണെങ്കിൽ കൊയ്ത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ പാകമാകുന്ന വിധത്തിലുള്ള ചില പറമ്പുകളിലെ കൃഷിയൊക്കെ പൂർത്തീകരിക്കുന്ന ഒരു ഘട്ടമുണ്ടാകും. എന്തായാലും ചിങ്ങമാസം എന്ന് പറഞ്ഞ ആളുകളുടെ ധാരണ പഴയ കർക്കടകം ഞാൻ പറയുന്നത് അത്ര വലിയ ദാരിദ്ര്യമൊന്നും നമ്മുടെ സമൂഹത്തിലില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് TK നാരായണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയ ഷാജി, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭൂപേഷ് K, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രേഖ C, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ K ഗോപി, P ഗീത, പഞ്ചായത്ത് അംഗം കൃഷ്ണകുമാർ M, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സുമ DL, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രവീന്ദ്രൻ, വെറ്റിനറി സർജൻ മുഹമ്മദ് ഷാനൂബ്, CDS ചെയർപേഴ്സൺ കമലാക്ഷി K, രാജപുരം അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘം പ്രസിഡന്റ് PC തോമസ്, പച്ചക്കറി ഉൽപാദക സംഘം പ്രതിനിധി നാരായണൻ A, വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ MM സൈമൺ, ജിനോ ജോൺ, B രത്നാകരൻ നമ്പ്യാർ, A ശശിധരൻ, ഇബ്രാഹിം ചെമ്മനാട്, ടോമി വാഴപ്പള്ളി, ലക്ഷ്മണ ഭട്ട്, പാടശേഖര സമിതി പ്രതിനിധി സേതുമാധവൻ KR, ജയ് കിസാൻ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് രഞ്ജിത്ത് M എന്നിവർ സംസാരിച്ചു. കൃഷി ഓഫീസർ ഹനീന KM സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് ശാലിനി PK നന്ദിയും പറഞ്ഞു.
ചടങ്ങിൽ സ്മാർട്ട് കൃഷി ഭവന് വേണ്ടി ശിവശങ്കര ഭട്ട് സൗജന്യമായി നൽകുന്ന ഭൂമിയുടെ രേഖ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എച്ച് വിഘ്നേശ്വര ഭട്ട് MLAക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, രാജപുരം. അജാനൂർ കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു. വെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് കർഷക ദിനം ആചരിച്ചത്. അജാനൂർ കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കർഷക ദിനാഘോഷം നടന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK വിജയൻ കർഷക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സംവിധാനം വഴി വലിയ രീതിയിലുള്ള പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. ആളുകൾ ആ രംഗത്തേക്ക് പുതിയ തലമുറയെ കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട വസ്തുതയാണ്. അവരെയൊക്കെ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള നല്ല ഇടപെടൽ നമുക്ക് നടത്തേണ്ടതുണ്ട്. ഓണം വരാൻ വേണ്ടി പോയാണ്. ഓണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത ഉണ്ടാക്കണം, നമ്മൾ കൃഷി ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വലിയ രീതിയിൽ ഇപ്പോഴും അത് വന്നിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട വസ്തുതയാണ്. അതുകൊണ്ട് പച്ചക്കറിയും അതോടൊപ്പം നെല്ലുൽപാദനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല നിലപാട്, നല്ല ഇടപെടൽ നമുക്ക് നടത്താൻ കഴിയണം. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ പഞ്ചായത്ത് സംവിധാനം വഴി വരികയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചായത്തിലെ മികച്ച കർഷകരെയും കുട്ടി കർഷകനെയും അദ്ദേഹം പൊന്നാടയും ഉപഹാരവും നൽകി ആദരിക്കുകയും ചെയ്തു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ശോഭ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ P. രാഘവേന്ദ്ര കാർഷിക പദ്ധതികളുടെ വിശദീകരണം നടത്തി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. കൃഷ്ണൻ മാസ്റ്റർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. മീന, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമ്മർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ A. ദാമോദരൻ, ലക്ഷ്മി തമ്പാൻ, ചിത്താരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് A. പവിത്രൻ മാസ്റ്റർ, കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് M. രാഘവൻ, P. രാധാകൃഷ്ണൻ, ഗംഗാധരൻ പള്ളിക്കാപ്പിൽ, P. V. ബാലകൃഷ്ണൻ, K. അജിത് കുമാർ, V. M. അനീഷ് എന്നിവർ സംസാരിച്ചു. കർഷക ദിനത്തിൽ മികച്ച ജൈവ പച്ചക്കറി കർഷകൻ V. കേളു, മികച്ച സമ്മിശ്ര കർഷകൻ A. രത്നാകരൻ കളിയങ്ങാനം, മികച്ച കർഷക തൊഴിലാളി C. വേണുഗോപാലൻ, മികച്ച ക്ഷീര കർഷകൻ ഗോകുൽ R. രാംനഗർ, മികച്ച യുവ കർഷകൻ V. M. അനീഷ്, മികച്ച നെൽ കർഷകൻ K. അജിത് കുമാർ കുന്നരവത്ത്, മികച്ച പ്രത്യേക വിഭാഗം കർഷക V. കല്യാണി, മികച്ച തെങ്ങ് കർഷക V. M. സുശീല പള്ളോട്ട്, മികച്ച തെങ്ങുകയറ്റ തൊഴിലാളി K. അമ്പു മാട്ടുമ്മൽ, വിദ്യാർത്ഥി കർഷകൻ മുഹമ്മദ് ഷിബിലി ഷെരീഫ് എന്നിവരെ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്തു. കൃഷി ഓഫീസർ സന്തോഷ് കുമാർ ചാലിൽ സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ K. നാരായണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ ക്ലാസുകളും കർഷകരുടെയും മറ്റുള്ളവരുടെയും ഗാനാലാപനവും സംഘനൃത്തവും നാടൻപാട്ടും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നന്മമരം കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഴയുത്സവം പഴമയുടെ തനിമ വിളിച്ചോതുന്നതായി മാറി. കാഞ്ഞങ്ങാട് കിഴക്കുംകര ചെരിച്ചാൽ വെള്ളച്ചാൽ വയലിൽ മണ്ണേ നമ്പിലേലോ എന്ന പേരിലാണ് മഴയുത്സവം സംഘടിപ്പിച്ചത്. നന്മമരം കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ നടന്ന മഴയുത്സവം പഴയ കാലത്തേക്ക് മാടി വിളിച്ചൊരു അനുഭവമായി മാറി. മണ്ണിനെയും പ്രകൃതിയെയും തൊട്ടറിഞ്ഞ മഴയുത്സവം കാഞ്ഞങ്ങാട് കിഴക്കുംകര ചെരിച്ചൽ വെള്ളച്ചാൽ വയലിലാണ് നടന്നത്. മണ്ണേ നമ്പി ലേലോ എന്ന പേരിലാണ് മഴയുത്സവം സംഘടിപ്പിച്ചത്. പഴമയിലേക്കുള്ള എത്തിനോട്ടമായി ഹൃദയത്തിൽ സന്തോഷത്തിന്റെ മഴവില് നിറയ്ക്കുന്നതായി മാറി മഴയുത്സവം. യന്ത്രകലപ്പ കൊണ്ട് ചാലിട്ട് പദം വരുത്തിയ വയലിൽ കുഞ്ഞുകുട്ടികളും യുവതലമുറയും മുതിർന്നവരും ചേർന്ന് മണ്ണിനോടലിഞ്ഞു. പാട്ടിന്റെ താളം കൂടിയായപ്പോൾ ഒത്തുചേരലിന്റെ ഉത്സവം തന്നെയായി മാറി മഴയുത്സവം. ലിപു S. ലോറൻസ് ഉദ്ഘാടനം ചെയ്തു. എത്തിച്ചു കൊടുക്കാൻ ഒരു ദിവസം മുടങ്ങാതെ അതിനുവേണ്ടി പ്രവർത്തിച്ച കുറച്ച് നല്ല മനുഷ്യരുടെ ഒരു കൂട്ടായ്മ, അത് ഒരു മഴ ഉത്സവത്തിലേക്ക് ചുവടുവയ്ക്കുമ്പോൾ എങ്ങനെ ഈ 2000 ദിവസം തികയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്ന ഒരു ചടങ്ങാണ്, ഒരു ആഘോഷമാണ്, ഒരു കൂട്ടായ്മയാണ് ഈ മഴോത്സവം. പലപ്പോഴും പറയാറുണ്ട്,
മണ്ണും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ജൈവിക ബന്ധം പുതുതലമുറയെ ഓർമ്മിപ്പിക്കുന്നതാണ് പരിപാടികൾ എന്ന് മുൻ റവന്യൂ ഡിവിഷണൽ ഓഫീസർ കൂടിയായ ലിപു പറഞ്ഞു. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നടത്തിയ മത്സരങ്ങളിൽ വിജയികൾക്ക് ഹൊസ്ദുർഗ് സർക്കിൾ ഇൻസ്പെക്ടർ പി അജിത് കുമാർ, കാഞ്ഞങ്ങാട് SIയും ദേശീയ നീന്തൽ താരവുമായ MTP സൈഫുദ്ദീൻ, മാധ്യമപ്രവർത്തകൻ EV ജയകൃഷ്ണൻ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചെളി നിറഞ്ഞ പ്രത്യേകം തയ്യാറാക്കിയ വയലിൽ കബഡിക്കളി, കസേരക്കളി, ഓട്ടം, പാസിംഗ് ദി ബോൾ, ചട്ടിപ്പൊട്ടിക്കൽ തുടങ്ങി നിരവധി മത്സരങ്ങൾ സംഘടിപ്പിച്ചു. നന്മമരം കാഞ്ഞങ്ങാട് ഉപദേശക സമിതി അംഗം ഹരി നോർത്തുകോട്ടച്ചേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെയർമാൻ സലാം കേരള, പ്രസിഡന്റ് ബിബി ജോസ്, പ്രോഗ്രാം കോർഡിനേറ്റർ ബിനീഷ് കിഴക്കുംകര എന്നിവർ സംസാരിച്ചു. കൃഷ്ണൻ സ്വാഗതവും ഷിബു നോർത്തുകോട്ടച്ചേരി നന്ദിയും പറഞ്ഞു. വിനോദ്, രതീഷ് കുശാൽ നഗർ, സതീശൻ മടിക്കെ, രമ്യ ഹരി, പുഷ്പ കൊളവയൽ, പ്രസാദ് PK, ഗോകുലാനന്ദൻ, സിന്ധു കൊളവയൽ, റഹ്മാൻ പാണത്തൂർ എന്നിവരും നേതൃത്വം നൽകി. ചളിയിലെയും മണ്ണിലെയും കളികൾ അന്യമാവുന്ന ഈ കാലത്ത് പുതുതലമുറയ്ക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ അനുഭവമായി മാറി നന്മ മരത്തിന്റെ നന്മ നിറഞ്ഞ മഴയുത്സവം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സംസ്ഥാനത്തെ ഈറ്റാത്തഴ, കാട്ടുവള്ളി, പനയോല തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് രൂപീകരിച്ച് ഫണ്ട് അനുവദിക്കണമെന്ന ആവശ്യം കേരള സ്റ്റേറ്റ് പരമ്പരാഗത ഈറാത്തഴമുള കാട്ടുവള്ളി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ നടന്നു. സംസ്ഥാനത്തെ ഈറ്റാത്തഴ, കാട്ടുവള്ളി, പനയോല തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് രൂപീകരിച്ച് ഫണ്ട് അനുവദിക്കണമെന്നും ജില്ലയിൽ യന്ത്രവൽക്കരണ പനമ്പ് നെയ്ത്ത് കേന്ദ്രങ്ങൾ തുറക്കണമെന്നും കേരള സ്റ്റേറ്റ് പരമ്പരാഗത ഈറ്റാത്തഴമുള കാട്ടുവള്ളി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് KS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി വിജയൻ ബിരിക്കുളം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി G ഷൺമുഖൻ, RSP ജില്ലാ സെക്രട്ടറി ഹരീഷ് B നമ്പ്യാർ, കൂക്കൽ ബാലകൃഷ്ണൻ, A അപ്പുക്കുട്ടൻ, സുരേന്ദ്രൻ കാളിക്കടവ് എന്നിവർ സംസാരിച്ചു. ഗോപി കുതിരക്കല്ല സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആർട്ട് ഫോറം മ്യൂസിക് ക്ലബിന്റെ 3ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഗാനാലാപന മത്സരം നടത്തി. അലാമിപ്പള്ളി ഫ്രണ്ട്സ് ക്ലബിൽ വെച്ചാണ് മത്സരം നടന്നത്. കലാ സാംസ്കാരിക മേഖലയിൽ 1000-ലധികം അംഗങ്ങളുള്ള സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ കലാ സാംസ്കാരിക കൂട്ടായ്മയായ കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആർട്ട് ഫോറത്തിന്റെ കീഴിൽ പുതിയ പിന്നണി ഗായകരെ കണ്ടെത്തുന്നതിനും അവർക്കാവശ്യമായ പിന്തുണ നൽകുന്നതിനുമായി രൂപീകരിച്ച ആർട്ട് ഫോറം മ്യൂസിക് ക്ലബിന്റെ 3ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജില്ലയിലെ ഗായകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഗാനാലാപന മത്സരം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ആർട്ട് ഫോറത്തിൻ്റെ ഒരു ഉപഘടകമാണ് നമ്മുടെ ആർട്ട് ഫോറം മ്യൂസിക് ക്ലബ്ബ്. ഈ കാഞ്ഞങ്ങാടും പ്രദേശത്തുമുള്ള ഒരുപാട് സംഗീതജ്ഞരെ ഒരുമിച്ച് കൂട്ടുകയും അവർക്ക് ആവശ്യമായ സംഗീത പഠനം നടത്തുകയും അശോകൻ്റെ നേതൃത്വത്തിലുള്ള സംഗീത പഠനം നടത്തുകയും ആ പഠനം മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു വിലയിരുത്തലുകളാണ് ഇത്തരം മത്സരങ്ങളായിട്ട് നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇവിടെ വളരെ നല്ല രീതിയിലുള്ള ഒരു മത്സരമാണ് നടന്നത്. 18 പ്രസിദ്ധരായ വളരെ പ്രഗത്ഭരായ സംഗീതജ്ഞരാണ് ഇവിടെ മത്സരിച്ചത്. ഏതായാലും ഈ ആർട്ട് ഫോറത്തിൻ്റെ മ്യൂസിക് ക്ലബ്ബ് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിന് ഉതകുന്ന രീതിയിലുള്ള നല്ല പ്രഗത്ഭരായ ഗായകരാണ് ഇവിടെ നമുക്ക് ലഭിച്ചത്. അവരെ പരിശീലിപ്പിക്കുന്നതും അതുപോലെ പ്രഗത്ഭരായ ഗായകർ തന്നെയാണ്. ഏതായാലും ആർട്ട് ഫോറത്തിനും ഇവിടെ പങ്കെടുത്ത മുഴുവൻ സംഗീതജ്ഞ ഗായകർക്കും ആർട്ട് ഫോറത്തിൻ്റെ പ്രത്യേക നന്ദിയും പറയുന്നു.
ആലാമിപ്പള്ളി ഫ്രണ്ട്സ് ക്ലബ്ബിൽ നടന്ന മത്സരത്തിൽ 20 ആളുകൾ പങ്കെടുത്തു. 5 മണിക്കൂർ നീണ്ടുനിന്ന മത്സരത്തിൽ പഴയതും പുതിയതുമായ നിരവധി ഗാനങ്ങൾ ആലപിച്ചു. രാജഹംസമേ എന്ന് തുടങ്ങുന്ന ഗാനം മനോഹരമായി പാടിയ സാന്ദ്ര വിജു വടകര 1ാം സ്ഥാനവും, ഒരു ദളം മാത്രം എന്ന ഗാനം ആലപിച്ച അജിത്ത് 7ാം മൈൽ 2ാം സ്ഥാനവും, ദേവസന്ധ്യ ഗോപുരത്തിൽ ഗാനം പാടിയ ശ്രുതി കരുണാകരൻ ചെമ്മട്ടം വയൽ 3ാം സ്ഥാനവും നേടി. ക്രിയേറ്റീവ് കാഞ്ഞങ്ങാട് പ്രസിഡന്റ് ആർ സുകുമാരൻ, കലാകാരന്മാരായ അമ്മിണി ചന്ദ്രാലയം, കരിവള്ളൂർ നാരായണൻ, യശോദ കുത്തിലോട്ട് എന്നിവർ സമ്മാനങ്ങൾ നൽകി. AM അശോക് കുമാർ, VT സുധാകരൻ, രജിത സുരേഷ് എന്നിവർ അടങ്ങിയ പാനലാണ് വിധി നിർണയിച്ചത്. ആർട്ട് ഫോറം പ്രസിഡന്റ് M സുരേഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. ചന്ദ്രൻ അലാമിപ്പള്ളി, ദിനേശൻ മൂലക്കണ്ടം, അംബുജാക്ഷൻ അലാമിപ്പള്ളി, NK ബാബുരാജ്, P റെജിമോൾ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസി ലക്ഷാർച്ചന നടന്നു. ക്ഷേത്രം മേൽശാന്തി പാലമംഗലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയുടെ ഭാഗമായി ഹോസ്ദുർഗ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസി ലക്ഷാർച്ചന നടന്നു. പുരാണത്തിൽ തുല്യമില്ലാത്തത് എന്ന അർത്ഥം വരുന്ന തുളസി താന്ത്രിക ആചാര അനുഷ്ഠാനങ്ങളോടെ അർച്ചന ചെയ്യുമ്പോൾ സർവ്വ ഐശ്വര്യവും അഷ്ടൈശ്വര്യവും വ്യക്തികൾക്കും കുടുംബത്തിനും സമൂഹത്തിനും ഉണ്ടാകുന്നു എന്നതിന്റെ ഭാഗമായാണ് ഹോസ്ദുർഗ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസി ലക്ഷാർച്ചന മഹോത്സവം നടത്തുന്നത്. ഉത്സവത്തിന് ക്ഷേത്രം മേൽശാന്തി പാലമംഗലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി നട തുറക്കൽ, ഗണപതി ഹോമം, ധ്വജാരോഹണം, പഞ്ചാമൃത അഭിഷേകം, ദീപാരാധന, സമൂഹ വിഷ്ണു സഹസ്രനാമ പാരായണം, ഭജന, നിറമാല പൂജ, മഹാപൂജ തുടങ്ങിയ വിവിധ ചടങ്ങുകളും നടന്നു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ക്ഷേത്രത്തിലെത്തിയ മുഴുവൻ ആളുകൾക്കും അന്നപ്രസാദ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ദേശീയ സേവാഭാരതി കേരളവുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന തലച്ചൈക്കാനൊരിടം പദ്ധതിയിൽ അജാനൂർ പടിഞ്ഞാറേക്കരയിലെ ചന്ദ്രന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി. ദേശീയ സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി കെ സുരേഷ് കുമാർ താക്കോൽദാനം നിർവഹിച്ചു. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ദേശീയ സേവാഭാരതി കേരളവുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന തലചായ്ക്കാനൊരിടം പദ്ധതിയിൽ അജാനൂർ പടിഞ്ഞാറേക്കരയിലെ ചന്ദ്രന്റെ കുടുംബത്തിന് നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം ദേശീയ സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി കെ സുരേഷ് കുമാർ നിർവഹിച്ചു. ദേശീയ സേവാഭാരതി കേരളം കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ച് കേരളത്തിൽ ആദ്യഘട്ടം എന്ന രീതിയിൽ 100 വീടുകളാണ് നിർമ്മാണം നടത്തി കൈമാറാൻ നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ 62 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ 7 വീടുകളാണ് അനുവദിച്ചിട്ടുള്ളത്. അതിൽ 4ാമത്തെ വീടിൻ്റെ താക്കോൽദാന ചടങ്ങാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്ന വികസിത ഭാരതം സാക്ഷാത്കരിക്കുന്നതിൽ സന്നദ്ധ സംഘടനകൾക്ക് നിർണായക ഉത്തരവാദിത്വമുണ്ടെന്ന് കെ സുരേഷ് കുമാർ പറഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനം സർക്കാരുകളുടെ മാത്രം ഉത്തരവാദിത്തമായി കാണാൻ പാടില്ല. സന്നദ്ധ സംഘടനകളെല്ലാം ആത്മാർത്ഥതയോടെ ഇക്കാര്യത്തിൽ മുന്നോട്ടിറങ്ങിയാൽ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സേവാഭാരതി അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CP അശോകൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ AC പത്മനാഭൻ മുഖ്യാതിഥിയായിരുന്നു. രാഷ്ട്രീയ സ്വയം സേവക സംഘം കണ്ണൂർ വിഭാഗ് സേവാ പ്രമുഖ് കെ പ്രമോദ് മംഗളപത്രം സമർപ്പിച്ചു. സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റ് CA യദിൻ, RSS ജില്ലാ കാര്യവാഹ് സനിൽകുമാർ, ജില്ലാ സേവാ പ്രമുഖ് ഗോവിന്ദൻ മടിക്കൈ പ്രസംഗിച്ചു. രാജീവൻ പടിഞ്ഞാറേക്കര സ്വാഗതവും ഭാഗ്യരാജ് രാമപുരം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പി കാര്യാമ്പുവിന്റെ പയമ പുസ്തക പ്രകാശനം നടന്നു. M രാജഗോപാലൻ MLA അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടന് നൽകി പയമയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു. തുളുനാട് ബുക്സ് പ്രസിദ്ധീകരിച്ച പി കാര്യമ്പുവിന്റെ പയമ കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം രാവണേശ്വരം സാമൂഹ്യ വിനോദ വികസന കലാകേന്ദ്രം രാമഗിരിയുടെ നേതൃത്വത്തിലാണ് നടന്നത്. രാമഗിരി രാമംകുന്ന് ഓഡിറ്റോറിയത്തിൽ M രാജഗോപാലൻ MLA അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടന് നൽകി പയമയുടെ പ്രകാശനം നിർവഹിച്ചു.
ഒരു സമൂഹത്തിന്റെ മാറ്റത്തിൽ അല്ലെങ്കിൽ സാമൂഹ്യ മാറ്റത്തിൽ സാംസ്കാരിക പ്രവർത്തകരിൽ കവികളുടെ സ്ഥാനം വളരെ ഗണ്യമാണ്. ലോകചരിത്രത്തിൽ തന്നെ മാറ്റിമറിക്കാനുള്ള രീതിയിലുള്ള ശ്രദ്ധേയമായ രചനകൾ നടത്തിയ വിശ്വപ്രസിദ്ധരായ ബ്രത്തായാലും ബെഞ്ചമിൻ മൊളോയ്സ് ആയാലും പാബ്ലോയായാലും ഇവരുടെ എല്ലാം കവിതകൾ ഒരു നാടിന്റെ സാമൂഹ്യ മാറ്റത്തിന് ഉതകുന്ന രീതിയിലേക്ക്, ഒരു നാടിന്റെ വിപ്ലവ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പ്രചോദനമേകാൻ പ്രേരകശക്തിയായി വർദ്ധിക്കാൻ കഴിയും. ആ തരത്തിലുള്ള അക്കാദമിക് വിപുലീകരണമൊന്നും അല്ലെങ്കിൽ വ്യാപ്തിയൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയെ തൊട്ടറിഞ്ഞുകൊണ്ട് അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് അധ്യക്ഷത വഹിച്ചു. സി കെ നാരായണ പണിക്കർ പുസ്തക പരിചയം നടത്തി. ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ കെ വി കുഞ്ഞിരാമൻ, എം പൊക്ലൻ, ടി ശോഭ, ഡോക്ടർ എ അശോകൻ മാസ്റ്റർ, കെ വി കൃഷ്ണൻ, പി കൃഷ്ണൻ കോടാട്ട്, എ പവിത്രൻ മാസ്റ്റർ, രവി മാസ്റ്റർ, എൻ വി കുമാരൻ നാലപ്പാടം എന്നിവർ സംസാരിച്ചു. കവി കാര്യമ്പു മറുപടി പ്രസംഗം നടത്തി. സംഘാടക സമിതി കൺവീനർ എ കെ ജിതിൻ സ്വാഗതവും കലാകേന്ദ്രം പ്രസിഡന്റ് കെ ഷിബു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, രാമണേശ്വരം. കനിവ് പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് AKG മന്ദിരത്തിൽ വെച്ചാണ് ശില്പശാല നടന്നത്. ജില്ലയിലുടനീളം കനിവ് സാന്ത്വന പരിചരണ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിനും പുതിയ മാർഗനിർദ്ദേശം സ്വീകരിക്കുന്നതിനും കനിവ് ജില്ലാ ചാരിറ്റബിൾ സൊസൈറ്റി നേതൃത്വം ജില്ലാതല ശില്പശാല നടത്തി. കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് AKG മന്ദിരത്തിൽ വെച്ച് നടന്ന ഏകദിന ശില്പശാല കനിവ് ജില്ലാ ചെയർമാൻ കെ വി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് തലത്തിലുള്ള സോണൽ കമ്മിറ്റികളാണ് ഒരു പഞ്ചായത്തിലെ ഹോം കെയർ പ്രവർത്തനത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും കൈകാര്യം ചെയ്യുന്നത്. ആ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ കാര്യക്ഷമമാക്കാൻ സാധിക്കുന്ന വിധത്തിൽ പ്രാദേശികമായി റവന്യൂ വില്ലേജ് അടിസ്ഥാനത്തിൽ നമുക്കൊരു ക്ലസ്റ്ററുകൾ, ആ ക്ലസ്റ്ററുകൾക്ക് താഴെ കുറച്ചുകൂടെ ഡീപ്പായി ഒരു പ്രദേശത്തെ, ഒരു വാർഡിനെ, ഒന്നോ രണ്ടോ ബ്രാഞ്ചുകളെ ഒക്കെ അടിസ്ഥാനമാക്കി കനിവ് ജില്ലാ സെക്രട്ടറി PP സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യമേഖലയിലും സാമൂഹിക പ്രവർത്തനവും എന്ന വിഷയത്തിൽ പ്രശസ്ത മോട്ടിവേഷൻ ട്രെയിനർ രാജേഷ് PV ക്ലാസ് കൈകാര്യം ചെയ്തു. പാലിയേറ്റീവ് കെയർ എന്ന വിഷയത്തിൽ സെക്കൻഡറി പാലിയേറ്റീവ് നഴ്സായ ബോബി സെബാസ്റ്റ്യൻ ക്ലാസ് കൈകാര്യം ചെയ്തു. വേദിയിൽ AM അബ്ദുൾ ഖാദർ, K ബാലകൃഷ്ണൻ, പ്രിയേഷ് AN എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒക്ടോബർ 2ാം വാരത്തിൽ ചെറുവത്തൂർ കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. വെള്ളിക്കുന്നത്ത് ഭഗവതി കാവിൽ നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം 2025 സെപ്റ്റംബർ 21 മുതൽ ഒക്ടോബർ 2 വരെ തീയതികളിലായി നടക്കും. ധനശേഖരണ ഉദ്ഘാടനം നടന്നു. വെള്ളിക്കുന്നത്ത് ഭഗവതിക്കാവിൽ നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് 2025 സെപ്റ്റംബർ 21 മുതൽ ഒക്ടോബർ 2 വരെ നടക്കുന്ന ശ്രീമദ് ദേവി ഭാഗവത നവായജ്ഞത്തിന്റെ വിജയത്തിനായുള്ള നിധിശേഖരണത്തിന്റെ ഉദ്ഘാടനവും ക്ഷണപത്രികാ പ്രകാശനവും ക്ഷേത്രസന്നിധിയിൽ നടന്നു. ഇരു ചടങ്ങുകളുടെയും ഉദ്ഘാടനം K വേണുഗോപാലൻ നമ്പ്യാർ നിർവഹിച്ചു. എന്റെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രസ്തുത ചടങ്ങിന് ഉണ്ടാവുമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. ഇന്നിവിടെ ഈ ചടങ്ങിൽ ഇങ്ങനെ മുഖ്യാതിഥി എന്നാണ് പറഞ്ഞത്. ഞാൻ എപ്പോഴും നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഈ വെള്ളിക്കോട്ടിലെ എല്ലാ ക്ഷേത്രങ്ങളിലും നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് കഴിക്കുന്ന ആളായാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയും ഞാൻ ഉണ്ടാകും. കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളുടെ വിലയേറിയ സമയം നഷ്ടപ്പെടുത്തുന്നില്ല. വരാൻ പോകുന്ന ഈ നവാഹ ചടങ്ങ് വമ്പിച്ച പ്രിയപ്രദമാകട്ടെ, അതിനെ ദേവി കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നവാഹ കമ്മിറ്റി ചെയർമാൻ P നാരായണൻകുട്ടി നായർ അധ്യക്ഷത വഹിച്ചു. K വേണുഗോപാലൻ നമ്പ്യാർ ക്ഷേത്രഭരണ സമിതി മുൻ പ്രസിഡന്റ് P ദിവാകരൻ മാസ്റ്റർക്കും KV ബേബിക്കും നൽകിക്കൊണ്ട് ക്ഷണപത്രിക പ്രകാശനം ചെയ്തു. ആദ്യനിധി ശേഖരണം മാതൃസമിതി മുൻ പ്രസിഡന്റ് P ഇന്ദിരാമയിൽ നിന്നും തുക സ്വീകരിച്ചുകൊണ്ട് നവാഹ കമ്മിറ്റി ചെയർമാൻ P നാരായണൻകുട്ടി നായർ നിർവഹിച്ചു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് P ബാലകൃഷ്ണൻ, മുൻ പ്രസിഡന്റ് P ദിവാകരൻ മാസ്റ്റർ, കോടോത്ത് നാരായണൻ നായർ, മാതൃസമിതി പ്രസിഡന്റ് T യശോദാമ, മാതൃസമിതി മുൻ പ്രസിഡന്റ് P ഇന്ദിരാമ,
വിവിധ ഘടകങ്ങളുടെ പ്രതിനിധികളായ സതീശൻ കിഴക്കുംകര, ബി നാരായണൻ, മോഹൻദാസോ, ബാലൻ അഡോട്ടോ, പി കുഞ്ഞികൃഷ്ണൻ നായർ, നിത്യാനന്ദൻ എന്നിവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി കൺവീനർ കെ കൃഷ്ണൻ മാസ്റ്റർ സ്വാഗതവും ധനശേഖരണ കമ്മിറ്റി ചെയർമാൻ കെ വി കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. 2025 സെപ്റ്റംബർ 21 മുതൽ ഒക്ടോബർ 2 വരെ നടക്കുന്ന നവാഹ യജ്ഞത്തിന്റെ യജ്ഞാചാര്യൻ പൈതൃകരത്നം ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തിരുവനന്തപുരമാണ്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ആലമ്പാടി പത്മനാഭ പട്ടേരയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ചടങ്ങിന്റെ ഭദ്രദീപ പ്രജ്വലനം ഇളനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമിജികൾ നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വെള്ളിക്കോത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. രാജീവ് പുരസ്കാർ 2025 എന്ന പേരിലായിരുന്നു അനുമോദിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. വെള്ളിക്കോത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. രാജീവ് പുരസ്കാർ 2025 എന്ന പേരിലായിരുന്നു അനുമോദിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. വെള്ളിക്കോത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് രാജീവ് പുരസ്കാർ 2025 എന്ന പേരിൽ ആദരവ് നൽകി. വെള്ളിക്കോത്ത് സ്വാതന്ത്ര്യ സ്മൃതി മണ്ഡപത്തിൽ ദേശീയ പതാക ഉയർത്തി. അനുമോദന സമ്മേളനം മുൻ DCC സെക്രട്ടറി അഡ്വക്കേറ്റ് TK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വളരെ നല്ല ഭംഗിയോടെ നടത്തിക്കുന്ന സംഘാടക സമിതിയാണ് ഇത്തവണ അവർ ക്ഷണിച്ച നിങ്ങളെ ഓരോരുത്തരുടെയും മികവ് ഏതേത് വിഭാഗത്തിൽ എന്ന് വിശദീകരിച്ചപ്പോൾ സത്യത്തിൽ ഞങ്ങളെ തല തിരിഞ്ഞു. അത്ര പ്രഗത്ഭമതികളായ കുട്ടികൾ നിങ്ങൾ ഓരോരുത്തരും, എസ്പെഷ്യലി ഡോക്ടറേറ്റിന് റാങ്കോടുകൂടി ഡോക്ടറേറ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അപൂർവ സംഭവമാണ്. ഉപഹാര വിതരണം DCC സെക്രട്ടറി അഡ്വക്കേറ്റ് PV സുരേഷ് നിർവഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ബൂത്ത് പ്രസിഡന്റ് PP വേണുനായർ അധ്യക്ഷത വഹിച്ചു. എക്കാൽ കുഞ്ഞിരാമൻ, വിമല കുഞ്ഞികൃഷ്ണൻ, SK ബാലകൃഷ്ണൻ, P രമാദേവി, CP ഉണ്ണികൃഷ്ണൻ, AV വേണുഗോപാലൻ, P കുഞ്ഞികൃഷ്ണൻ നായർ, VV ശശിധരൻ, K രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. P ബാലകൃഷ്ണൻ സ്വാഗതവും P രാജീവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. GHSS കല്യോട്ട് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ 10ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും സൗജന്യമായി 2 സെറ്റ് റെഡിമെയ്ഡ് യൂണിഫോം സ്കൂൾ അസംബ്ലി ഹാളിൽ സംഘടിപ്പിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് വിതരണോദ്ഘാടനം നിർവഹിച്ചു. GHSS കല്യോട്ട് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ 10ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും സൗജന്യമായി 2 സെറ്റ് റെഡിമെയ്ഡ് യൂണിഫോം സ്കൂൾ അസംബ്ലി ഹാളിൽ സംഘടിപ്പിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ വരുമ്പോഴും അനിർവചനീയമായ ഒരു ആഹ്ലാദം എൻ്റെ ഉള്ളിൽ തിരയടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ അനന്യമായ അല്ലെങ്കിൽ അന്യാദൃശമായ ഒരു കൂട്ടായ്മയാണ് ഇവിടെ ഉള്ളത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. കേരളത്തിൽ ഒരുപക്ഷെ മറ്റൊരിടത്തും നടക്കാത്ത തരത്തിൽ ഒരു കലാലയത്തിലെ മുഴുവൻ കുട്ടികൾക്കും യൂണിഫോം, 2 ജോഡി യൂണിഫോം തുന്നിച്ച് സ്റ്റിച്ച് ചെയ്ത് നൽകുന്നു എന്നുള്ള വളരെ വേറിട്ട ഒരു അനുഭവം. കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലാ ഉപഡയറക്ടർ ശ്രീ TV മധുസൂദനൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. സ്കൂളിലെ പിന്നോക്ക വിഭാഗക്കാരായ കുട്ടികൾക്കായുള്ള ഒരു സാമ്പത്തിക സഹായവും മാഷ് ചടങ്ങിൽ വെച്ച് കൈമാറി. ഒരു സഹായവും അതോടൊപ്പം കുട്ടികളുടെ ചിന്തകളും കഴിവുകളും വരകളിലൂടെയും എഴുത്തിലൂടെയും പ്രദർശിപ്പിച്ച ചുമർ മാസികയുടെ പ്രകാശനവും നടന്നു. 2015-16 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സ്കൂളിലെ കുട്ടികൾക്ക് നൽകിയ തണൽമരവും ഇരിപ്പിടവും അതിന്റെ ഉദ്ഘാടന കർമ്മവും നിർവഹിച്ചു. മുഴുവൻ കുട്ടികൾക്കും യൂണിഫോം സ്പോൺസർ ചെയ്തത് സ്കൂളിന്റെ വളർച്ച ആഗ്രഹിക്കുന്ന അഭ്യുദയകാംക്ഷിയാണ്. ചടങ്ങിന് അധ്യക്ഷത വഹിച്ചത് സ്കൂൾ PTI പ്രസിഡന്റ് ശ്രീ T പുരുഷോത്തമൻ, സാഹിത്യപ്രവർത്തകനായ വിനോദ് ആലന്തട്ട, സ്കൂൾ മദർ PTI പ്രസിഡന്റ് പ്രിയങ്ക വേണുനാഥൻ, വികസന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് MK ബാബുരാജ്, സ്കൂൾ PTI വൈസ് പ്രസിഡന്റ് അബ്ദുൾ മജീദ്, SMC ചെയർമാൻ ശ്രീ സജു ജോസ്, PTI എക്സിക്യൂട്ടീവ് അംഗം ശ്രീ സുജോ കുറ്റാനിക്കാൽ തുടങ്ങിയവർ ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിച്ചു.
തുടർന്ന് കഥയുടെ പൊരുൾ തേടി പ്രിയ കഥാകാരനോടൊപ്പം കുട്ടികൾ സാഹിത്യ സദസ്സ് സംഘടിപ്പിച്ചു. കുട്ടികൾ സാഹിത്യത്തെ സ്നേഹിക്കാനും അതിൽ നിന്ന് ജീവിതത്തിൽ പ്രചോദനം ഉൾക്കൊള്ളാനും മാഷ് തന്റെ സൃഷ്ടികളും അനുഭവങ്ങളും കുട്ടികൾക്ക് പകർന്നു നൽകി. സ്കൂൾ ഹെഡ് മിനിസ്ട്രസ് ശ്രീമതി ചിത്ര MK സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സീനിയർ അസിസ്റ്റന്റ് രവീന്ദ്രൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുതിയ കണ്ടം അടിയാർകാവ് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനം സംക്രമ പൂജാ ദിനത്തിൽ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. മുൻ കോട്ടയം കളക്ടർ ജയശ്രീ IAS പൊന്നാട അണിയിച്ചു. പുതിയ കണ്ടം അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനം സംക്രമ പൂജാ ദിനത്തിൽ ഫുഗോന കവിതാ പുരസ്കാരം, തത്വമസി പുരസ്കാരങ്ങൾ നേടിയ പ്രശസ്ത സാഹിത്യകാരൻ നാലപ്പാടം പത്മനാഭനെ ആദരിച്ചു. മുൻ കോട്ടയം കളക്ടർ ജയശ്രീ IAS പൊന്നാട അണിയിച്ചു. തറവാട് കാരണവർ ചന്ദ്രബാബു മേലടുക്കം, രാജു പാണത്തൂർ, ഭാസ്കരൻ കല്യാൺ റോഡ്, അനിൽകുമാർ കല്യാൺ റോഡ്, സുനിൽകുമാർ, ഹരീഷ്, ശിവൻ മേലടുക്കം, സുരേഷ്, ഉമാ സുരേഷ്, വസന്തകുമാരി, ലക്ഷ്മി നീലേശ്വരം, ജയലക്ഷ്മി, കുഞ്ഞിക്കണ്ണൻ, മോഹൻദാസ് അടിയാർക്കാവ്, ഭരതൻ കണ്ടത്തിൽ, രമേശൻ പുതിയകണ്ടം, കൃഷ്ണൻ പെരളം, ഷാജി ഇരിയ, പ്രശാന്ത് പെരളം, വിനോദ് PK, ഗോപാലൻ കിഴക്കേ വെള്ളിക്കോത്ത്, കൃഷ്ണമണി, രാജീവൻ, കുഞ്ഞിരാമൻ, കൃപാഭരതൻ, പ്രീത, ശോഭ, വത്സല വിജയൻ, രാധിക, രമണി, PK രേണുക, സജിത, രാധിക, സാവിത്രി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് കുന്നുമ്മൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വർഷത്തിൽ കർക്കിടക മാസത്തിൽ നടത്തിവരാറുള്ള ഗണപതി ഹോമം നടന്നു. കർക്കിടക മാസത്തിൽ രാമായണ പാരായണം ചെയ്ത രാമകൃഷ്ണൻ കൊത്തിക്കാലിനെ ആദരിച്ചു. കാഞ്ഞങ്ങാട് കുന്നുമ്മൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്നുവന്ന രാമായണ പാരായണത്തിന് സമാപനമായി. വർഷത്തിൽ കർക്കിടക മാസത്തിൽ നടത്തിവരാറുള്ള ഗണപതി ഹോമം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. രാമായണ പാരായണം ചെയ്ത രാമകൃഷ്ണൻ കൊത്തിക്കാലിനെ ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറി BK ദാമോദരൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റുമാർ PV കുഞ്ഞിക്കണ്ണൻ, K കൃഷ്ണൻ, ട്രഷറർ B രാമകൃഷ്ണൻ, രാഘവൻ ഗുരുസ്വാമി, M ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. രാമായണം അത് കൈകാര്യം ചെയ്യുന്ന കുറേ കാലമായിട്ട് നമ്മുടെ ഭഗവാന്റെ സന്നിധിയിൽ ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതിന് എല്ലാവരും വന്ന് നമ്മുടെ രാമകൃഷ്ണനാഥെ കൈകാര്യം ചെയ്യുന്നത് വളരെ വർഷത്തിൽ ചെയ്യുന്നത് ഭഗവാനിക്കൊല്ലം ഇന്ന് സമാപനമാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശിവഗിരി ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ ജനറൽ ബോഡി യോഗം ചേർന്നു. ധർമ്മപുരി സനാതന ധർമ്മ പഠന കേന്ദ്രം സ്വാമിജി ശ്രീ ധർമ്മ ചൈതന്യ ഉദ്ഘാടനം ചെയ്തു. ശിവഗിരി ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്ര ജനറൽ ബോർഡ് യോഗം ചേർന്നു. ക്ഷേത്ര അഗ്രശാലയിൽ വെച്ചാണ് യോഗം ചേർന്നത്. ധർമ്മപുരി സനാതന ധർമ്മ പഠന കേന്ദ്രം സ്വാമിജി ധർമ്മ ചൈതന്യ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര ദർശനങ്ങൾ പറയുന്നുണ്ട്. അത് നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളെ കൂട്ടത്തിൽ വരണം. വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് തന്നെ ഏതാണോ ആ ദേവന്റെ മൂലമന്ത്രം അത് ജപിച്ചുകൊണ്ട് സ്പീഡിൽ വരാൻ പാടില്ല. എല്ലാം നമ്മൾ അടിവെച്ച് മനസ്സിലാ മന്ത്രം ജപിച്ചുകൊണ്ട് അതിനൊക്കെ വ്യവസ്ഥകളുണ്ട് നമുക്ക്. അതാണ് ശാസ്ത്രീയമായിട്ടുള്ള ആരാധന എന്ന് പറയുന്നത്. അവിടെ വന്ന് ക്ഷേത്ര ദർശനം ചെയ്ത് അവിടെ നമുക്ക് ജപിക്കാനുള്ള സമയത്ത് കാര്യങ്ങൾ വളരെ വരുന്ന സമയത്ത് കാര്യങ്ങൾ വന്നിട്ട് എന്താണോ നമുക്ക് കൊണ്ടുവരാൻ പറ്റും അത് കൊടുക്കുക. അതേടൊപ്പം തന്നെ അവിടെ പ്രസാദമാകുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് യഥാശക്തി അവിടെ അർപ്പിക്കണം, സമർപ്പിക്കണം. യഥാശക്തി എന്ന് പറയുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. അപ്പം ചിലർക്ക് ഒരാൾക്ക് കൊടുക്കുമ്പോൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് യഥാശക്തി നമുക്ക് അവിടെ സമർപ്പിക്കാൻ പണമായിട്ടും സേവനമായിട്ടും ബാക്കി എന്ത് തരത്തിലാണെങ്കിലും അത് സമർപ്പിക്കാൻ സാധിക്കണം. ഇതാണ് നമ്മളെ ആ ഒരു ആരാധന രീതിയിൽ കാണാൻ സാധിക്കുക ബാഹ്യമായിട്ട്. പക്ഷെ ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ക്ഷയം എന്ന് പറയുന്നതല്ല. നമ്മൾ മനുഷ്യരാണ്. മനുഷ്യജന്മം എടുത്തു തന്നെ എന്തിനാണ്? പല ജന്മങ്ങളിലൂടെ കടന്നു വന്നിട്ടാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത്. ക്ഷേത്ര പ്രസിഡന്റ് ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ഹരിദാസ് പേരൂർ സ്വാഗതം പറഞ്ഞു. ഷിബുരാജ് മുണ്ടോട്ട് നന്ദിയർപ്പിച്ച് സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ഗോവിന്ദൻ AVA പ്രസിഡന്റായും ഷിജിത് ശ്രീധർ, സുകുമാരൻ AV എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, ഹരിദാസ് പേരൂരിനെ സെക്രട്ടറിയായും, സുരേന്ദ്രൻ 5-ാം വയൽ, സിമോജ് 3-ാം മൈൽ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും ഷിബുരാജ് മുണ്ടോട്ടിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുണ്ടംകുഴി സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ പ്രധാനാധ്യാപകൻ കർണപൂടം അടിച്ചുപൊട്ടിച്ചുവെന്ന പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു.
സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിശദമായ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിട്ടുണ്ട്. കർണാടക KSRTC ബസ്സിൽ നിന്നും രേഖകളില്ലാതെ കടത്തുകയായിരുന്ന 55 പവനോളം സ്വർണ്ണാഭരണങ്ങളും 4 ലക്ഷം രൂപ കുഴൽപ്പണവുമായി യുവാവ് പിടിയിൽ. കോഴിക്കോട് കക്കോടി വില്ലേജിൽ മേലെടുത്ത വീട്ടിൽ മുഹമ്മദ് ഫാസിലിനെയാണ് മഞ്ചേശ്വരം എക്സൈസ് പിടികൂടിയത്. ചിങ്ങം 1 കർഷക ദിനം വിപുലമായി ആചരിച്ചു. കർഷകരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. നന്മമരം കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഴയോത്സവം പഴമയുടെ തനിമ വിളിച്ചോതുന്നതായി മാറി. കാഞ്ഞങ്ങാട് കിഴക്കുംകര ചെരിച്ചൽ വെള്ളച്ചാൽ വയലിൽ മണ്ണേ നമ്പിലേലോ എന്ന പേരിലാണ് മഴയോത്സവം സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തെ ഈറ്റത്തഴ, കാട്ടുവള്ളി, പനയോല തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് രൂപീകരിച്ച് ഫണ്ട് അനുവദിക്കണമെന്നാവശ്യം കേരള സ്റ്റേറ്റ് പരമ്പരാഗത ഈറ തഴമുള കാട്ടുവള്ളി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ നടന്നു. ആർട്ട് ഫോറം മ്യൂസിക് ക്ലബിന്റെ 3ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഗാനാലാപന മത്സരം നടത്തി. അലാമിപ്പള്ളി ഫ്രണ്ട്സ് ക്ലബിൽ വെച്ചാണ് മത്സരം നടന്നത്. ഹോസ്ദുർഗ് ശ്രീ കൃഷ്ണക്ഷേത്രത്തിൽ തുളസി ലക്ഷാർച്ചന നടന്നു. ക്ഷേത്രം മേൽശാന്തി പാലമംഗലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.